ഹലോ ഗായ്സ്, എൻ്റെ പേര് ആദിദേവ്. ഞാൻ അമ്മമ്മയുടെ വീട്ടിലാണ് കൊപ്പത്ത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു മാവിലൊക്കെ മാങ്ങ കുറേ നിൽക്കണുണ്ട്. കുറേ പൊട്ടിച്ചു. ഇനി ഇതാ 2-3 നിൽക്കുന്നുണ്ട്. അതൊക്കെ പൊട്ടിക്കണം. അതിന് വേണ്ടിയിട്ട് തോട്ടി എടുത്തിട്ട് പൊട്ടിക്കാൻ പോവാണ്. നല്ല കാറ്റുണ്ട്. മാങ്ങയുടെ പേരെന്താന്ന് അറിയില്ല. നല്ല ചുമന്നുണ്ട്, നല്ല മാങ്ങ. ഇതൊരു മായക്കരിമ്പ് എന്നാണ് ഈ കരിമ്പിൻ്റെ പേര്. ഇതൊക്കെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇത് പണ്ട് മുതലേ പ്രേതങ്ങളെ അകറ്റാൻ വേണ്ടിയിട്ട് ഈ മുക്കിലൊക്കെ കുഴിച്ചിടും ഈ നായക്കരിമ്പ്. അപ്പോൾ നമ്മൾ അമ്മമ്മയുടെ വീട്ടിലത്തെ അവിടെ ഒരു അടുത്തുള്ളൊരു കുളത്തേക്ക് വന്നിട്ടാണ്. ആ വെള്ളത്തിൻ്റെ കളർ പച്ച കളർ, അത് ഒഴുക്കില്ലാത്ത കാരണം പച്ച കളർ വരുന്നതാണ്. നല്ല ചൂടുണ്ട്. ചൂടില്ല, തണുപ്പും. അമ്മമ്മയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുളമാണ്. പച്ച കളർ നല്ല ഭംഗിയുള്ള കരിങ്കല്ല് കെട്ടിയിട്ടുള്ള നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല വൃത്തിയിൽ കരിങ്കല്ല് കെട്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഈ കുളം. പിന്നെ വെള്ളം കോരാൻ വെള്ളമൊക്കെ ഇതിന്ന് എടുക്കുന്നുണ്ട്. കുടിക്കാൻ എല്ലാത്തിനും എടുക്കാൻ പറ്റും. ഈ വെള്ളം ഒഴുക്കില്ലാത്ത കാരണമാണ് പച്ച കളറ് കിടന്ന്. ഇതൊന്ന് അരിച്ചെടുത്താൽ നല്ല പച്ച വെള്ളം. അപ്പം നമ്മൾ റബ്ബറും കാട്ടിൽ വന്നിരിക്കുകയാണ്. റബ്ബറോളാണ് ഇഷ്ടംപോലെ നിൽക്കുന്നത്. ഇവിടെ റബ്ബറുണ്ട്. റബ്ബറിൻ്റെ ഇതാ ചിരട്ടയാണിത്. അതിൻ്റെ ഉള്ളിൽ ഒറ്റ വീണുണ്ടെന്നാണ് തോന്നുന്നത്. ഇത് നമുക്ക് റബ്ബർ ഉണ്ടാക്കുന്ന മെഷീൻ കാണാം. നമുക്ക് റബ്ബർ മെഷീൻ്റെ ഫാക്ടറിയാണിത്. ഉണ്ടാക്കണമൊന്നുമില്ല, പോയിക്കാണ്. ഇതാണ് അതിൻ്റെ മെഷീനാണിത്. ഇങ്ങനെ കറക്കും. അപ്പം ഇങ്ങനെ മെഷീൻ ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ കറക്കും. അതങ്ങനെ പിടിച്ചിട്ട് കറക്കണം. കറക്കിയിട്ട് കണ്ടോ, ഇതൊക്കെ കറങ്ങും. ഇങ്ങനെ കറങ്ങി പോവും. പിന്നെ ഇത് വേറൊരു ഇങ്ങനെ ഒരു വട്ടം പോലെ, അതും ഇതങ്ങനെ ഇത്ര സ്പീഡിൽ കറക്കണം, ഇത്ര സ്പീഡിൽ വരും. ഇതൊക്കെ പതുക്കെയാണ് കേട്ടോ കറങ്ങണത്, പതുക്കെ കറങ്ങണത്. ഇത് നമ്മൾ എത്ര സ്പീഡിൽ കറക്കിയാൽ അതെത്രയ്ക്ക് ഇതുണ്ടോ, ഇത് സ്പീഡിലായിട്ടും അത് പതുക്കെ തന്നെ കറങ്ങണം. ബാറ്ററി ടച്ച് ഇട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഒരു സംഭവം കാണാൻ പോവാണ്. അപ്പോൾ കൊപ്പത്തുള്ളൊരു കോഴി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോവാണ്. ഇവിടെ ഒക്കെ റബ്ബറും കാടാണ്. ഞാൻ കോരി കാണാൻ പറ്റും. കോരി ഇവിടെയൊക്കെ പാറയാണ്. ഇതിൻ്റെ ഉള്ളിൽ ആമ ഉണ്ടെന്ന് കേട്ടോ പറയും. പക്ഷെ ആമേനൊന്നും കാണില്ല. ഇത് കാട്ടുപന്നി ആമേനെ നോക്കാണ്. ആമേനൊന്നും കാണുന്നില്ല. പന്നി ഇറങ്ങി വരുന്ന വഴിയാണ്. ഇങ്ങനെ വന്നിട്ട് ആ കോറയ്ക്ക് പോയി കുളിക്കും. അവിടെ കാൽപ്പാടൊക്കെ ഉണ്ട്. നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇറങ്ങി വരുന്ന വഴിയാണ്. ഇങ്ങനെ വന്നിട്ട് ആ കുളത്തിലേക്ക് പോകും. ഇവിടെ കുരങ്ങന്മാർ, കാടാണ്. ഇവിടെ കുറച്ച് മുമ്പ് പുലിയൊക്കെ ഉണ്ടായിരുന്നു. പുലിനൊക്കെ ഓടിച്ചു വിട്ടു. നല്ല കാടാണ്. കുരങ്ങന്മാരെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ കുരങ്ങന്മാരേനൊന്നും കാണാനില്ല. കുരങ്ങന്മാരേനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷെ കുരങ്ങന്മാരേനൊന്നും കാണാനില്ല. അപ്പോൾ നമ്മൾക്ക് വേറൊരു സംഭവം കാണിക്കാൻ പോവാം. നിങ്ങൾക്കൊരു സംഭവം സർപ്രൈസ്. അപ്പോൾ നമ്മൾ
അത് കണ്ടിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് കരാമ്പട്ടയുടെ ചെടി കണ്ടു. അപ്പോൾ ഇതാണ് കരാമ്പട്ടയുടെ ചെടി. അപ്പം നമ്മൾ പശുക്കളെയാണ്, 4 പശുക്കൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു പശു അതവിടെ, ഒരു പശു അതവിടെ. ഇതൊരു പശുക്കുട്ടി. പശുക്കുട്ടി ഇതിലാണ് മഞ്ഞള. വട്ടിക്കൊട്ടകൾ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന മഞ്ഞള. ഇതാണ് ഏലക്കായയുടെ ചെടി. ഏലക്കായയുടെ ചെടിയാണ് ഇത് നിൽക്കുന്നത്. ഇതിന്റെ അടിയിൽ പൂവ് ഇട്ടിട്ടുണ്ട്. ഇതാണ് ഏലക്കായയുടെ ചെടി. ഹലോ ഗായ്സ്, എനിക്ക് എൻ്റെ അമ്മമ്മയുടെ നിന്ന് കിട്ടിയ മയിൽപ്പീലികളാണിത്. ഇത് പേപ്പർ പൂവാണ്. നല്ല രസമുള്ള പേപ്പർ പൂവുകൾ. പിന്നെ കളർ വ്യത്യാസങ്ങൾ കുറേ പൂവാണിത്. നല്ല ഭംഗിയുള്ള പൂ, കൊട്ട പോലെ ഇഷ്ടം പോലെ ഇവിടെ എടുക്കുന്നുണ്ട്. നല്ല ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം.